തലസ്ഥാന നഗരിയിലെ CPM-ൽ വിഭാഗീയതയും തർക്കങ്ങളും പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ജില്ലാ സെക്രട്ടറി വി ജോയിയും മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ അസാധാരണമായ രീതിയിലാണ് ഏറ്റുമുട്ടിയത്. ജില്ലാ പഞ്ചായത്തിലെ മുൻ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളെ ചൊല്ലിയായിരുന്നു യോഗത്തിൽ വൻ പോർവിളി നടന്നത്. ജില്ലാ പഞ്ചായത്ത് മുൻ ഭരണസമിതി നേതാവിൽ നിന്ന് ജില്ലാ സെക്രട്ടറി 10 ലക്ഷം രൂപ കൈപ്പറ്റിയോ എന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യമാണ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചത്. കടകംപള്ളിയുടെ ചോദ്യത്തോടെ ജില്ലാ സെക്രട്ടറി വി ജോയ് ക്ഷുഭിതനായി. തനിക്ക് ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങേണ്ട കാര്യമില്ലെന്നും സാമ്പത്തിക അടിത്തറയുള്ള കുടുംബത്തിൽ നിന്നാണ് താൻ വരുന്നതെന്നുമായിരുന്നു ജോയിയുടെ തിരിച്ചടി. സാമ്പത്തിക അടിത്തറ എന്നുണ്ടായി എന്നൊക്കെ പാർട്ടിക്ക് അറിയാമെന്ന് പറഞ്ഞ് കടകംപള്ളിയും ആരോപണം മുറുക്കി. ഇതോടെ പരസ്പരം പോർവിളിയായി. പണം വാങ്ങിയെന്ന വിവരം കടകംപള്ളിയോട് ആര് പറഞ്ഞു എന്ന് വ്യക്തമാക്കണമെന്ന് ജോയി ആവശ്യപ്പെട്ടു. പറഞ്ഞയാളുടെ പേര് വെളിപ്പെടുത്താനാവില്ലെന്നായിരുന്നു കടകംപള്ളിയുടെ മറുപടി. പണം നൽകിയെന്ന വിവരം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ അധ്യക്ഷനെ വിളിച്ച് ചോദിച്ച വിവരം താൻ അറിഞ്ഞെന്നും ജോയി പ്രതികരിച്ചു. എന്തിനാണ് ജില്ലാ കമ്മിറ്റി അംഗം പോലുമില്ലാത്തയാളോട് വിളിച്ചു ചോദിച്ചത് എന്ന് ജോയി ചോദിച്ചതോടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കലുഷിതമായി. ജില്ലാ പഞ്ചായത്ത് മുൻ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് നടന്ന വ്യാപകമായ ക്രമക്കേടിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ ഒത്താശയുണ്ടായ ആരോപണമാണ് കടകംപള്ളി മുന്നോട്ട് വെച്ചത്. ജില്ലാ സെക്രട്ടറിയും മുതിർന്ന നേതാവും തമ്മിലുള്ള വാക്പോര് പരിധി വിട്ടതോടെ വി ശിവൻകുട്ടി ഇടപെട്ടു. പണസംബന്ധിയായ ആരോപണം കേട്ടെങ്കിൽ അത് ജില്ലാ സെക്രട്ടറിയോട് നേരിട്ട് ചോദിക്കുന്നതായിരുന്നു മര്യാദയെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ഇതോടെ പോര് ശിവൻകുട്ടിയും കടകംപള്ളിയും തമ്മിലായി. വിഭാഗീയത രൂക്ഷമായിരുന്ന പിണറായി VS കാലത്ത് പോലും CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇത്തരമൊരു ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും MLA ആയ ജോയിയെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി അവരോധിച്ചതും ജില്ലയിലെ പാർട്ടിയിൽ വലിയ ചേരിതിരിവാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ പ്രതിഫലനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ മുതിർന്ന നേതാക്കളുടെ ഏറ്റുമുട്ടൽ. നേരത്തെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിനെതിരായ സമരത്തിലും DYFI ജില്ലാ ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിലും ജില്ലയിലെ മുതിർന്ന പാർട്ടി നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ദിനം പ്രതി മാറി മറിയുന്ന ചേരിതിരിവിൽ ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു എന്ന് പ്രവചിക്കാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. മേൽക്കമ്മിറ്റി നേതാക്കളുടെ ദൗർബല്യങ്ങളും തലസ്ഥാന ജില്ലയിലെ CPM-ലെ പ്രശ്നങ്ങൾ തുടരാൻ കാരണമാകുന്നുണ്ട്. ജില്ലയുടെ ചുമതല നേരിട്ട് വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കേന്ദ്ര കമ്മിറ്റി അംഗം പുത്തലത്ത് ദിനേശനും പ്രശ്നങ്ങളിൽ ഇടപെട്ട് രമ്യമായി പരിഹാരമുണ്ടാക്കാനും കഴിയുന്നില്ല. ദിവസങ്ങൾ കഴിയുന്തോറും തലസ്ഥാന ജില്ലയിലെ CPM-ൽ പുതിയ പ്രശ്നങ്ങൾ തലപൊക്കുകയാണ്. പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ സംഘടനാ ദൗർബല്യങ്ങൾ CPM-നെ സാരമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. ജില്ലാ പഞ്ചായത്ത് മുൻ ഭരണസമിതി അധ്യക്ഷനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം പാർട്ടിക്കകത്ത് ഉയരുന്നത് ഇതാദ്യമായിട്ടല്ല. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അധികാരമൊഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശൈലജ ബീഗം തന്നെ ആക്ഷേപം ഉന്നയിച്ചതാണ്. ജില്ലാ പഞ്ചായത്ത് മുൻ ഭരണസമിതി കാലത്ത് സ്കൂളുകളിലേക്കുള്ള ഡെസ്കും ബെഞ്ചും പഠനോപകരണങ്ങളും വാങ്ങുന്നതിലും അറ്റകുറ്റപ്പണികളിലും എല്ലാം വൻതോതിൽ അഴിമതി നടന്നിരുന്നുവെന്നാണ് MV ഗോവിന്ദനെ സാക്ഷി നിർത്തി ശൈലജ ബീഗം തുറന്നടിച്ചത്. അഴിമതി നടക്കുന്ന വിവരം പാർട്ടിയെ രേഖാമൂലം അറിയിച്ചിട്ടും ജില്ലാ നേതൃത്വം ഒന്നും ചെയ്തില്ലെന്നും ശൈലജ അന്ന് ആരോപിച്ചിരുന്നു. ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ BP മുരളിക്കും മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ക്രമക്കേടുകളെ കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ വരുന്ന സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് വിതരണം ചെയ്യുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ മുൻ ഭരണസമിതിയുടെ നേതൃത്വത്തിന്റെ ഒത്താശയോടെ കമ്പനി ഉണ്ടാക്കിയെന്ന വിവരമാണ് വെളിപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ സംസ്ഥാന വിജിലൻസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും പാർട്ടി നേതൃത്വത്തെ ഭയന്ന് പുതിയ ഭരണസമിതി മറച്ചുവെച്ചിരിക്കുകയാണ്. അഴിമതിയും സ്വജന പക്ഷപാതവും ക്രമക്കേടുകളും ചില നേതാക്കൾ ജീവിതശൈലിയാക്കി മാറ്റിയതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എത്തിച്ചേർന്ന വിലയിരുത്തൽ. എന്നാൽ ജില്ലാ നേതൃത്വത്തിന് മുൻപിൽ വന്ന അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടത്താനോ നിജസ്ഥിതി അറിയാനോ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും നടന്നിട്ടില്ല എന്നതാണ് നേതാക്കളെയും പ്രവർത്തകരെയും അതിശയിപ്പിക്കുന്ന കാര്യം.
ജില്ലാ പഞ്ചായത്ത് മുൻ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജില്ലയിലെ CPM-ൽ വൻ പൊട്ടിത്തെറി ഉറപ്പാകുമെന്ന് ഉറപ്പാണ്.